ഹരേ കൃഷ്ണ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്ക് ജഗന്നാഥ് സെമന്ത ദ്വീപിൽ വന്നതിന് 3 കഥകളുണ്ട്. അതിൽ മൂന്നാമത്തെ കഥയാണ് മാതാജി നമുക്ക് ഇന്നലെ പറഞ്ഞു തന്നത്. മഹാപ്രഭു സന്യാസം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഗൗഡിയ വൈഷ്ണവ ഡിവോട്ടീസ് എല്ലാം വെസ്റ്റ് ബംഗാളിൽ നിന്നും വർഷാവർഷം പുരി ജഗന്നാഥിൽ പോകുമായിരുന്നു. ഭഗവാന്റെ രഥയാത്രാ മഹോത്സവം കാണാനായിട്ടായിരുന്നു ഈ കൂട്ടർ പോയിരുന്നത്. ഈ കൂട്ടത്തിൽ എല്ലാ വർഷവും പോകുന്ന ഒരാളായിരുന്നു ശ്രീ ജഗദീഷ് രംഗോലി എന്നൊരു വ്യക്തി. അദ്ദേഹത്തിന് വളരെയധികം പ്രായാധിക്യം ഉണ്ടായിരുന്നു. ഈ പ്രായാധിക്യം കാരണം കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ പുരിയിലേക്ക് അദ്ദേഹത്തിനെ മറ്റുള്ളവർ കൊണ്ടുപോകാതെയായി. അദ്ദേഹത്തിന് ഭഗവാനിൽ നിന്നും അകന്നു പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഭഗവാനെ കാണാതെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? തൻ്റെ കാഴ്ചശക്തി ഇല്ലാത്തതിനാൽ തന്നെ ആരും സഹായിക്കില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ അദ്ദേഹം പിന്നെ ഒരു കാര്യം കരുതി, പുരിയിൽ പോയാൽ എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല, പക്ഷേ ഭഗവാൻ എന്നെ കാണാമല്ലോ എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. അദ്ദേഹത്തിന് ആ ചിന്തകൾ വലിയ ആശ്വാസവും നൽകി. അദ്ദേഹം ആ കാരണത്താലാണ് വീണ്ടും പുരിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹം അതിനുശേഷം എൻ്റെ ശരീരം കൊണ്ട് പുരിയിൽ പോയി ഭഗവാനെ കാണാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് എനിക്ക് ഈ ശരീരം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. ആയതിനാൽ ഈ ശരീരം ഇനി എനിക്ക് തനിക്ക് വേണ്ട എന്നും അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് തീരുമാനം എടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു ദിവസം രാവിലെ ഗംഗയിൽ സ്നാനം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ശരീരം ഗംഗയിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ ആലോചിച്ച് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. ഈ ഉറക്കത്തിൽ ഭഗവാൻ ജഗന്നാഥൻ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്താ രംഗോലി, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിന്റെ ശരീരം കൊണ്ട് പുരിയിൽ വരാൻ പറ്റിയില്ല എങ്കിൽ നീ വിഷമിക്കണ്ട, ഞാൻ പുരിയിൽ നിന്നും ഈ മായാപൂരിലേക്ക് വരുന്നുണ്ട്. ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞു, നീ നാളെ ഗംഗയിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് 3 തടിക്കഷ്ണങ്ങൾ നിന്റെ കാലിൽ വന്ന് തട്ടും. ഈ സമയം നിന്റെ കാഴ്ചശക്തിയും തിരിച്ചു കിട്ടും എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് 3 തടിക്കഷ്ണങ്ങൾ അദ്ദേഹത്തിന്റെ കാലിൽ മുട്ടുകയും ഈ തടിക്കഷ്ണങ്ങൾ നീ എടുക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് ഒരു തടിപ്പണിക്കാരന്റെ കയ്യിൽ കൊടുക്കണം. അതായത് അത് സുഖമില്ലാതെ കുഷ്ഠരോഗം പിടിപെട്ട ഒരു തടിപ്പണിക്കാരനാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് തീരെ സുഖമില്ല, ഇത്രയൊന്നും പണി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയണം, ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞതാണ് എന്ന് പറയണം. അപ്പോൾ അദ്ദേഹം ആ പണിയൊക്കെ ചെയ്തു തരൂ എന്ന് പറഞ്ഞു. ഈ സ്വപ്നം കണ്ടതിൽ ജഗദീഷ് രംഗോലിക്ക് വളരെയേറെ സന്തോഷവും തോന്നി. അദ്ദേഹം അതിരാവിലെ തന്നെ ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞ പോലെ ഈ രംഗോലി രാവിലെ ഗംഗാ സ്നാനത്തിന് പോവുകയും തത്സമയം 3 തടിക്കഷ്ണങ്ങൾ വന്ന് കാലിൽ മുട്ടുകയും അവയെല്ലാം എടുത്ത് തടിപ്പണിക്കാരന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പണി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അസുഖമാണല്ലോ, കൈ മുറിഞ്ഞ് ധാരാളം രക്തം വരാൻ തുടങ്ങി. പക്ഷേ കുറെ സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആ വ്രണങ്ങളെല്ലാം കരിയുകയും അസുഖം പൂർണ്ണമായും മാറുകയും ചെയ്തു. ഈ സമയം തന്നെ ഭഗവാന്റെയും ബലദേവ് സുഭദ്രാമ്മയുടെയും വിഗ്രഹങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിഗ്രഹങ്ങൾ ജഗദീഷ് രംഗോലിക്ക് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം ഭഗവാൻ ജഗന്നാഥനെ കാണാനും പൂജിക്കുവാനും സാധിച്ചു. കഴിഞ്ഞ 2 കഥകളിലും ജഗന്നാഥനെ ആ 2 ഡിവോട്ടീസിന് മാത്രമാണ് ദർശനം കിട്ടിയിരുന്നത്, കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഈ കഥയിൽ ഭഗവാനെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. നമ്മൾ മായാപൂരിൽ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാൻ കഴിയുമല്ലോ, നവദ്വീപിൽ ചെല്ലുമ്പോഴും അതേ രീതിയിൽ തന്നെ ഭഗവാനെ കാണാൻ കഴിയും. അതായത് മായാപൂരിലെ പോലെ തന്നെ നവദ്വീപിലും ഭഗവാനെ കാണാൻ കഴിയും. ജഗദീഷ് രംഗോലിയുടെ കൂടെ ഉള്ള ഭഗവാനെ അതേപോലെ കാണാൻ കഴിയും. ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഇത് വളരെ സന്തോഷമായി. കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവർ പുരിയിൽ പോയി ജഗന്നാഥിനെ കണ്ടിരുന്നത്. ഇപ്പോൾ രംഗോലിയുടെ വീട്ടിൽ ചെന്നാൽ ഭഗവാനെ എപ്പോഴും കാണാം. അതുപോലെ എല്ലാവർക്കും ഭഗവാനെ സർവീസ് ചെയ്യുവാനും സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നടന്നത് 500 വർഷം മുൻപാണ്. അതായത് മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം
ജഗദീഷ് രംഗോലി ഈ സമയം വളരെയധികം പ്രായാധിക്യം ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ശരീരം ഉപേക്ഷിക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തി. അദ്ദേഹത്തിന്റെ കാലശേഷം ജഗന്നാഥനെ ആരും നോക്കാതെയും ആയി. കുറെ ഗ്രാമവാസികൾ ഇടയ്ക്കൊക്കെ വന്ന് ഭഗവാന്റെ കാര്യം ചെയ്തിട്ട് പോകുമായിരുന്നു. കുറച്ചു കാലം ഒന്നും ഇല്ലാതെ തന്നെ കിടന്നു. അങ്ങനെ 100-200 വർഷം കഴിഞ്ഞു. ഭഗവാൻ അവിടെ ഉണ്ടോ എന്ന് തന്നെ അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയുമായി. ജഗദീഷ് രംഗോലി താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ഭക്ത കുടുംബം ഉണ്ടായിരുന്നു. പരീക് ചന്ദ്ര ചാറ്റർജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് 9 പെൺമക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇളയ പുത്രി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്നും ഒരു ഉറുമ്പ് കൂടിന് ആ കുട്ടി കണ്ടു. ആ കുട്ടി അതിനടുത്ത് ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു നീല പുഷ്പം അവിടെ നിൽക്കുന്നത് കണ്ടു. വേറെ എവിടെയും ഇത്രയും മനോഹരമായ പൂവ് ആ കുട്ടി കണ്ടിട്ടേ ഇല്ല. അതിനാൽ ആ പൂവ് പറിക്കണമെന്നുള്ള ആഗ്രഹം ആ കുട്ടിക്ക് തോന്നി. അതിനായി കൈ നീട്ടിയപ്പോൾ ആ ഉറുമ്പിൻ കൂടിനുള്ളിൽ നിന്നും എനിക്ക് ദാഹിക്കുന്നു എന്ന ഒരു ശബ്ദം കേട്ടു. ഇത് കേട്ട് കുട്ടിക്ക് വളരെയേറെ ആശ്ചര്യമായി. കുട്ടി ഭയന്നു. എന്നാൽ ഈ ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനുള്ളിൽ ആ ഉറുമ്പിൻ കൂട്ടിൽ നിന്നും വീണ്ടും ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇതിനുള്ളിൽ വലിയ ചൂടാണ്, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുവാൻ തുടങ്ങി. കുട്ടി പേടിച്ചു. തന്റെ അച്ഛനോടും ബന്ധുക്കളോടും പോയി വിവരം പറഞ്ഞു. അവർ വന്ന് നോക്കിയപ്പോൾ അവിടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. അവർ അത് കാരണം ഉറുമ്പും കൂട് പൊളിക്കുവാനായി ശ്രമിച്ചു. അങ്ങനെ പൊളിച്ചു നോക്കിയപ്പോൾ അതാ കാണുന്നു വളരെ മനോഹരമായ ജഗന്നാഥ്, ബലദേവ്, സുഭദ്രാമ്മയുടെ അതിസുന്ദരമായ വിഗ്രഹങ്ങൾ. ഈ തടി കൊണ്ടുള്ള വിഗ്രഹങ്ങളിൽ ഒരു നിറം മങ്ങുകയോ പൊട്ടുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവർക്കും വളരെ അത്ഭുതമായിരുന്നു. ഇത് മണ്ണിനുള്ളിൽ കിടന്നിട്ടും ഇതിന് യാതൊരു കുഴപ്പങ്ങളും പറ്റിയില്ല. ഇവർ ആ വിഗ്രഹത്തെ എടുത്തു കൊണ്ടുപോയി പൂജിക്കുവാനോ ആരംഭിച്ചു. അങ്ങനെ ഈ പരീക് ചന്ദ്ര ചാറ്റർജി ജഗന്നാഥനെ പൂജിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ഒരു കുടില് പോലെ ഉണ്ടാക്കി അവിടെയാണ് ഈ വിഗ്രഹങ്ങൾ അദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. ഇദ്ദേഹം വളരെ കാളി ഭക്തനായിരുന്നു. ദുർഗാദേവിക്ക് പൂജ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്നാണ് ഭഗവാന് പ്രസാദം എല്ലാം ഓഫർ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്ററോളം ദൂരത്താണ് ഭഗവാനെ വെച്ചേക്കുന്നത്. ഇദ്ദേഹത്തിന്റെ 9 പെൺമക്കളും അവരെപ്പോഴും ജഗന്നാഥനുമായി നല്ല അടുപ്പമായിരുന്നു. എപ്പോഴും ഈ വിഗ്രഹങ്ങളെടുത്ത് കുട്ടികൾ സ്നേഹത്തോടെ കളിക്കുകയും ഭഗവാനുമായിട്ട് വളരെയേറെ ഇഷ്ടമായിരുന്നു. ഭഗവാനും അതുപോലെ അവരോട് വളരെ കൃപ ചെയ്തിരുന്നു. ജഗന്നാഥന്റെ വിഗ്രഹം കണ്ട് എത്തിയത് ഈ 9 മക്കളിലെ ഇളയ കുട്ടിയാണല്ലോ. അതിനാൽ ആ നാട്ടിൽ ആ കുടുംബത്തിനും അവർക്കെല്ലാം വളരെയേറെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെ ചാറ്റർജിയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. എന്തെന്നാൽ തനിക്ക് പ്രായം കൂടി വരുന്നു. പെൺമക്കളെ എല്ലാം പല സ്ഥലത്തായിട്ട് വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ജഗന്നാഥനെ ആര് പൂജിക്കും? അദ്ദേഹത്തിന് ഈ ആലോചന വളരെ വിഷമത്തിന് ഇടയായി. അങ്ങനെ ഇരിക്കെ പുരിയിൽ നിന്നും ഇസ്കോൺ ടെമ്പിളിൽ കുറെ ഭക്തന്മാർ വന്നു. ഈ ഭക്തന്മാർ ചോദിച്ചു, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ജഗന്നാഥന്റെ ക്ഷേത്രം ഉണ്ടോ എന്ന് അവർ തിരക്കി. ഭക്തന്മാർ, ഈ നവദ്വീപിലെ ഭക്തന്മാരെല്ലാം പരിക്രമം ചെയ്യുമ്പോൾ ജഗന്നാഥ് ക്ഷേത്രം കണ്ടിട്ടുണ്ട്. ഏകദേശം 5 കിലോമീറ്റർ ദൂരെ ജഗന്നാഥ് ക്ഷേത്രം ഉണ്ടെന്ന് അവർ ഈ പുരിയിൽ നിന്ന് വന്ന ഭക്തന്മാരോട് പറഞ്ഞു. ഭഗവാന്റെ ദർശനത്തിനായി ഈ ഭക്തന്മാരെല്ലാവരും കൂടി അവിടെ പോയി. അപ്പോൾ അവിടെ കിട്ടിയ പൂക്കളൊക്കെ കൊണ്ട് തൽക്കാലം ഭഗവാൻ അവർ പൂജ ചെയ്യുവാൻ തുടങ്ങി. ഈ സമയത്ത് ജഗന്നാഥ് അവരോട് സംസാരിക്കുവാനും തുടങ്ങി. ജഗന്നാഥ് അവരോട് പറഞ്ഞത് എന്തെന്നറിയാമോ? ഇവിടെ എനിക്ക് ചോറ് കഴിക്കാൻ കിട്ടുന്നില്ല, എനിക്കവർ ചോറൊന്നും തരുന്നില്ല. പുരിയിൽ ഞാൻ ധാരാളം ചോറൊക്കെ കഴിച്ചാണ് കഴിഞ്ഞിരുന്നത്. നിങ്ങൾ എനിക്ക് നിവേദ്യമായി ചോറ് തരണമെന്ന് പറഞ്ഞു. ഈ ഭക്തന്മാർക്ക് ഇത് വളരെയേറെ സന്തോഷമായി. അവർ പറ്റാവുന്ന സ്ഥലത്തു നിന്നും എല്ലാം സംഘടിപ്പിച്ചു. സാധനങ്ങളും അരിയൊക്കെ സംഘടിപ്പിച്ച് ഒരു വലിയ സദ്യ തന്നെ ഭഗവാൻ ഒരുക്കി. അങ്ങനെ അവിടുത്തെ നാട്ടുകാർക്കും വളരെയേറെ സന്തോഷമായി. അവരും ഈ ഭക്തന്മാരോടൊപ്പം ചേർന്നു. അത് സ്നാൻ പൂർണിമ ദിവസം എല്ലാ വർഷവും വലിയ സദ്യ ഭഗവാന് നൽകി വരുന്നു ഇപ്പോഴും. അങ്ങനെ ജഗന്നാഥിന് ചോറ് കഴിക്കാൻ പറ്റി. ഈ പരീക് ചന്ദ്ര ചാറ്റർജിക്ക് ഓരോ ദിവസം കഴിയും തോറും വീണ്ടും ഭയം വർദ്ധിച്ചു തുടങ്ങി. ആര് ജഗന്നാഥിനെ നോക്കൂ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും സ്വപ്നത്തിൽ ഭഗവാൻ വന്നു പറഞ്ഞു,
ഞാൻ നിങ്ങൾ എനിക്ക് ചെയ്ത സേവയെല്ലാം എനിക്ക് വളരെ തൃപ്തിയായി, സന്തോഷമായി. അതുകൊണ്ട് നിങ്ങളുടെ കാലശേഷം എന്താകുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇവിടെ അടുത്ത് തന്നെ ഒരു ഇസ്കോൺ ക്ഷേത്രമുണ്ട്. ഈ കാര്യം അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് ഭഗവാൻ പറഞ്ഞു. പട്ടിക് ചന്ദ്ര ചാറ്റർജി ഇസ്കോൺ അമ്പലത്തിൽ അടുത്ത ദിവസം തന്നെ പട്ടിക് ചന്ദ്ര ചാറ്റർജി മായാപൂർ ഇസ്കോൺ ക്ഷേത്രത്തിൽ വന്നു. അവിടുത്തെ ഭക്തന്മാരെ കണ്ടു. ചാറ്റർജി പറഞ്ഞു, ഇവിടത്തെ അധികാരി ആരാണോ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം, ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന്. അങ്ങനെ ഇസ്കോൺ ഭക്തന്മാരെല്ലാം കൂടി അദ്ദേഹത്തിനെ ഇസ്കോണിലെ സീനിയർ ഡിവോട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പട്ടിക് ചന്ദ്ര ചാറ്റർജി അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ വളരെ പുരാതനമായ ഒരു ജഗന്നാഥ വിഗ്രഹമുണ്ട്. ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ് ഇവിടെ വന്ന് പൂജ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുവാൻ. അതിനാലാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. ഈ ഭക്തർ പറഞ്ഞത് ജനറൽ മാനേജറോടായിരുന്നു ഈ ചാറ്റർജി പറഞ്ഞിരുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഇൻചാർജും എല്ലാം പരമാധികാരിയായ ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീ ജയപതാക സ്വാമി മഹാരാജ് എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല. അദ്ദേഹം ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിനായുള്ള സേവയിലാണ്. അദ്ദേഹം വന്നതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് അവർ പട്ടിക് ചന്ദ്ര ചാറ്റർജിയോട് പറഞ്ഞു. ഇത് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ അവിടെ ഒരു ഫോൺ വരികയായിരുന്നു. അത് ശ്രീ ജയപതാക സ്വാമി മഹാരാജിൻ്റെതായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇന്റർനാഷണൽ കോളിലൊക്കെ ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്ത് വിളിക്കണം. മഹാരാജ് ബുക്ക് ചെയ്താണ് മായാപൂരിലേക്ക് ഒരു കോൾ ചെയ്യുന്നത്. ഫോൺ എടുത്ത ഭക്തനോട് ശ്രീ ജയപതാക സ്വാമി മഹാരാജ് ചോദിച്ചത്, അവിടെ പട്ടിക് ചന്ദ്ര ചാറ്റർജി എന്ന ഒരാൾ ജഗന്നാഥിന്റെ വിഗ്രഹം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു വന്നിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും വന്നാൽ പറയണം, ഞങ്ങൾ ഉടനടി അത് സ്വീകരിക്കുമെന്ന്. തന്നെയുമല്ല, എന്റെ സ്വപ്നത്തിൽ ശ്രീ ജഗന്നാഥ് വന്നിട്ട് പറഞ്ഞു ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു പ്രഭു. മാതാജി, നമ്മുടെ മാതാജി കുറച്ച് നേരമായിട്ട് വന്നിരിക്കുക. നമുക്കിത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് പിന്നെ വായിക്കാം. ഓക്കെ. അപ്പോ ഹരേ കൃഷ്ണ പ്രഭുജി. ഇനി തീരാറായില്ലേ? അത് ഇനിയുണ്ടല്ലോ. ഇനിയുണ്ട് പ്രഭു, ഇനിയുണ്ട്. ഒരു മുക്കാൽ ഭാഗമായി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ധന്യവാദ മാതാജി. സ്റ്റാർട്ട് பண்ணலாமா മാതാജി? രാജി മാതാജി റെഡി അല്ലേ? രാജി മാതാജി പ്രഭു എത്തില്ല. பிரபு இன்னும் காணல. நான் வரட்டும்னு நினைச்சுதான் வெயிட் பண்ணேன். ஆனா இன்னும் வரல. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. സ്വയം പ്രഭു വരുമ്പോ പറയണേ പ്രഭു. വരുമ്പോ ഞാൻ അറിയിക്കാം മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മംഗളാചരണം സ്റ്റാർട്ട് பண்ணலாம். ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूत् स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सहगण ललिता श्री विशाखान्वितांश्च। नमो विष्णुपादाय कृष्ण पृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। नमो विष्णुपादाय कृष्ण पृष्ठाय भूतले श्रीमते जयपताक स्वामी नामिने। नमः आचार्य पादाय निताय संप्रदाय गौर तथा दामदाय नगर ग्रामतारिणे।
മൂകം കരോതി വാചാലം പങ്കം നന്ദായത്തെ കരിണ്യകൃപാ തമഹം ശ്രീധരം ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വര. ഹരേ കൃഷ്ണ. ഫസ്റ്റ് താങ്ക് യു വെരി മച്ച് ബിന്ദു മാതാജി. നല്ലപോലെ റിവിഷൻ ചെയ്തു. ഞാൻ എന്തൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒക്കെ മാതാജി വെരി നൈസ്ലി, വെരി ഡീറ്റെയിൽലി മാതാജി ഡിഡ് എ റിവിഷൻ. താങ്ക് യു വെരി മച്ച് മാതാജി. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. So as Mataji said, I also was thinking of doing a revision. So I will go faster because Bindu Mataji did the revision very nicely. ഹരേ കൃഷ്ണ മാതാജി. Hare Krishna. മാതാജി ഇന്നത്തെ ക്ലാസ് ഇച്ചിരി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോവാം. മാതാജി ബിന്ദു മാതാജി നന്നായിട്ട് റിവിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. Appo ipo we are in Simanta Dvipa. നമ്മളിപ്പോൾ സെവന്ത് ദ്വീപിലാണ് നിൽക്കുന്നത്. So in Simanta Dvip, the most important deities are Sri Rajapur, Jagannath, Baladev, Subhadra, Maharani, and we heard of 3 stories of how these deities came to Navadvip Dham. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ്. അവിടെയാണ് 3 ഡൈറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ എല്ലാം നമ്മൾ ബിന്ദു മാതാജി ഇപ്പം ക്ലാസ്സിലൂടെ എല്ലാം വിവരിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. So we also came to know that the Simanta Dvip, this Rajapur area is also known as Simanta Dvip because of Simantani Devi taking the dust of Mahaprabhu's feet on her Simanta. അതായത് സെവന്ത് ദ്വീപില് നമുക്ക് ഈ രാജാപൂർ ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്നുണ്ട് സെവന്ത് ദ്വീപ് എന്ന് പറയുന്നുണ്ട്. ഈ സെവന്ത് ദ്വീപ് എന്ന് പറയാൻ കാരണം പാർവതി ദേവി മഹാപ്രഭുവിന്റെ പാദധൂളികളെ തന്റെ ശിരസിൽ അണിഞ്ഞത് കൊണ്ടാണ് അതിന് സെവന്ത് ദ്വീപ് എന്നും പറയുന്നത്. And also in this place, in the Simanta Dvip island, there is the samadhi of Chand Kazi, the Muslim king, who is not different from Kamsa and Chunila. അതുപോലെ തന്നെ ഈ സെവന്ത് ദ്വീപില് ഒരു സ്ഥലമുണ്ട്, ചാന്ദ ഖാസിയുടെ സമാധി സ്ഥലവുമുണ്ട്. അദ്ദേഹം ചാന്ദ ഖാസി അതെ അതെ കൃഷ്ണലീലയിൽ അദ്ദേഹം കംസനായിട്ടാണ് അവതരിച്ചിരുന്നത്. So after this, the Rajapur area where Jagannath, Baladev, Subhadra deities are there, that place is known as Sabaradanga because Sabara stayed there. അതുപോലെ തന്നെ രാജാപൂർ എന്ന സ്ഥലത്തില് സബരഗംഗ എന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ആരായിരുന്നു മാതാജി? സബറാക്കൾ വസിച്ചിരുന്നു. ജഗന്നാഥിനെ കൊണ്ടുവന്ന സബറാക്കൾ അവിടെ സബറാക്കൾ അവിടെയാണ് താമസിച്ചിരുന്നത്, ശബരഗംഗ എന്ന സ്ഥലത്ത് രാജപൂരില്. ഹരേ കൃഷ്ണ. So and this place is non different from Sri Puri Dham. പുരി ഈ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് പുരിയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. Then this is the deity of Sri Gauranga Mahaprabhu Simantani Devi, which ISKCON temple has established in Simanta Dvip as a memory of the pastime of Parvati Devi. അപ്പൊ ഇവിടെ ഈ ഇസ്കോൺ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് പാർവതി ദേവിയുടെ ഒരു ഓർമ്മയിലൂടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഗൗരംഗ ആൻഡ് സിമന്തിനി ദേവി അവരുടെ ഒരു ഡയറ്റി ഉണ്ട്. Today we proceed ahead from these places. We saw these 2 places, Rajapur and Chandkasi Samadhi. Now the next place in Simanta Dvip is Sridhar Angan. നമ്മള് രാജാപുരം പിന്നെ ചാന്ദ്ഘട്ടി സമാധി സ്ഥലവും നമ്മൾ കണ്ട്. അടുത്ത നമ്മൾ പോകുന്നത് ശ്രീധര അങ്കൻ അല്ലേ മാതാജി? അതെ, ശ്രീധര അങ്കൻ. എന്റെ സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? സ്ക്രീൻ കാണാം. So this place, what you are seeing, this small samadhi, this small tomb, this is the memorial. This whole place was the house of Sridhar. And for now, we have this small piece of temple here, where we have as a memory of the great devotee Sridhar.
അപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് ഒരു വലിയൊരു ഭക്തനായിരുന്ന ശ്രീധരന്റെ ഒരു കുടീരമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രവും ഉണ്ട്. ഈ സ്ഥലം മൊത്തം ഈ ക്ഷേത്രവും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ശ്രീധർ എന്ന് പറയുന്ന ഒരു ഡിവോട്ടിയുടെ ടോംബാണ് ഇവിടെ കാണുന്നത്. This is Sridhar's house. ഇത് ശ്രീധരന്റെ വീടാണ് കാണുന്നത്. So who was the Sridhar? Sridhar was an associate of Chaitanya Mahaprabhu at that time, and in Krishna Leela he was Krishna's friend, Sakha. കൃഷ്ണലീലയിലെ ഈ ശ്രീധർ എന്ന് പറയുമ്പോഴത്തേക്ക് കൃഷ്ണന്റെ കൂട്ടുകാരനായിരുന്നു, സഖാവായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോഴ് അദ്ദേഹം ഭഗവാന്റെ ഒരു കൂടെ വരുന്ന അസോസിയേറ്റ് ആയിട്ട് വരുന്ന ഒരു ഭക്തനായിട്ടാണ് നവദ്വീപിലേക്ക് വരുന്നത്. So who was Sridhar in Krishna Leela? He was Kusuma Sava Sakha. That was his name, Kusuma Sava Sakha. And in Chaitanya Leela he was known as Kolavacha Sridhara. അപ്പോൾ കൃഷ്ണലീലയിൽ അദ്ദേഹം കുസുമ സഖ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ചൈതന്യ ലീലയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കൊലവച്ച ശ്രീധര. കോലവച്ച ശ്രീധര. Why his name Kolavacha means one who sells banana products. കോലവച്ച എങ്ങനെയാ പേര് വന്നെന്ന് ചോദിച്ചാല് അദ്ദേഹം ഒരുപാട് ബനാന ഏത്തപ്പഴ കൃഷിയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കോലവച്ച ശ്രീധര എന്ന ഒരുപാടല്ല കുറച്ച്. It was his life subsistence. That was his only work. He had a few banana trees. He would sell banana fruit, vadeka, banana stem, banana leaf. These things he would sell and he would live. അദ്ദേഹത്തിന് ഈ പേര് വരാൻ കാര്യം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ വാഴ വെച്ചും വാഴ കൃഷിയിലൂടെ ഒക്കെ ആയിരുന്നു. അതിന്റെ ഇലകൾ വെട്ടിയും അതിന്റെ കായകൾ കൊടുത്തും വിറ്റും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഹരേ കൃഷ്ണ. So what was his relation with Chaitanya Mahaprabhu? His relation with Chaitanya Mahaprabhu is that Mahaprabhu used to come to Sridhar to the market and he would buy from Sridhar banana leaf or banana stem, banana flower, something he would buy from Sridhar. അദ്ദേഹം എങ്ങനെ ചൈതന്യ മഹാപ്രഭുവായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം മഹാപ്രഭു മിക്കവാറും കൊല്ലവച്ച ശ്രീധരന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ വാഴയില വാങ്ങുന്നതും അല്ലെങ്കിൽ കായ വാങ്ങുന്നതും ഇല വാങ്ങുന്നതും എല്ലാം. അങ്ങനെ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. So very interesting. Mahaprabhu would buy, if Sridhar would say this banana leaf is 1 rupee, Mahaprabhu will say I will give 125 paise. Like this he would unreasonably bargain. Everybody knows that if Sridhar tells a price that is correct, he is not asking extra, but still Chaitanya Mahaprabhu will bargain for very very low rate, very bad low rate. അപ്പൊ ശരിക്കും അതിന്റെ ഒരു തമാശ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇലകൾ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ശ്രീധർ പറയും ഒരു ഇലയ്ക്ക് 1 രൂപയാണെന്ന് പറയുകയാണെങ്കിൽ മഹാപ്രഭു തർക്കിക്കും. വെറുതെ തർക്കിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ കുറച്ച് പൈസ, ഇപ്പൊ 1 രൂപയാണെങ്കിൽ ഒരു 25 പൈസയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഈ മാർക്കറ്റിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. ശരിക്കും ശ്രീധരന് 1 രൂപ എന്നുള്ളത് ശരിക്കും യഥാർത്ഥത്തിലുള്ള വിലയാണ് ചോദിക്കുന്നത്. പക്ഷെ എന്തോ മഹാപ്രഭു തർക്കിച്ച് വളരെ കുറഞ്ഞൊരു പൈസക്കായിരിക്കും ആ ഇല വാങ്ങാറ്. ഹരേ കൃഷ്ണ. So this was a regular thing in the market, but those days actually in everybody's house, generally 500 years ago, you can imagine everybody's house there will be banana trees. Very rarely people will go out and buy. In their own house these things will be there, but still to spend time with Sridhar, to associate with Sridhar, Mahaprabhu would go every day. അപ്പൊ ഇത് മാർക്കറ്റിലുള്ള എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും ഇതിങ്ങനെ നടക്കുന്നുണ്ട് ഈ മാർക്കറ്റില്. തന്നെയല്ല എല്ലാ വീടുകളിലും ആ സമയത്ത് വാഴയുണ്ട്, ഇലയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പുറത്ത് മാർക്കറ്റിലൊക്കെ പോയി വാങ്ങാറുള്ളൂ. എന്നാലും മഹാപ്രഭുവിന് ഈ ശ്രീധരുമായിട്ടുള്ളൊരു അസോസിയേഷൻ, ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി ചെന്ന് ഇല വാങ്ങുന്നതും പിന്നെ അദ്ദേഹത്തിന് 1 രൂപ ചോദിക്കുമ്പോൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതും ഒക്കെ. ഹരേ കൃഷ്ണ. So this was the and Sridhar would
when Mahaprabhu will bargain like this, Sridhar would beg Mahaprabhu, please don't do like this, my lord, my dear boy. I'm telling you very proper price. I cannot go less than this. This is not profitable for me at all. Please give me what I'm asking. Mahaprabhu would say, no, you are cheating me. You're asking too much. I will give you only this much. Don't worry, you can manage this like this. Mahaprabhu will bargain. അപ്പൊ ഓരോ പ്രാവശ്യവും ഇത്രയും വിലക്കുറച്ച് വാങ്ങാൻ ചെല്ലും മഹാപ്രഭുവിനെ കാണുമ്പോഴൊക്കെ ശ്രീധർ പറയും, അയ്യോ എനിക്ക് ഇത്രയും പൈസ പോരാ, എനിക്ക് ഒട്ടും ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ലാഭവും കിട്ടില്ല, ഞാൻ യഥാർത്ഥത്തിലുള്ള വിലയാണ് പറയുന്നത്, അപ്പൊ എനിക്ക് എന്തായാലും കുറച്ച് തരണം, അല്ല കൂട്ടിത്തരണം, എന്റെ യഥാർത്ഥത്തിലുള്ള പൈസ തരണം എന്നൊക്കെ ശ്രീധരൻ പറയും. പക്ഷേ മഹാപ്രഭു എന്ത് ചെയ്യും? കൊടുക്കില്ല. മഹാപ്രഭു പറയും, ഇല്ല, ഇത് എന്നെ ചീറ്റ് ചെയ്യോ, ഇതാണ് യഥാർത്ഥത്തിലുള്ള പൈസയാണ് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭുവും ശ്രീധരുമായിട്ട് അവിടെ ചെറിയ തർക്കങ്ങൾ നടക്കാറുണ്ട്. Sometimes Mahaprabhu would simply elongate the argument. So Mahaprabhu would ask Sridhar, what do you do with this money? You are taking so much money, what do you do? Sridhar would say, I'm taking very less money, and whatever money I get, half money, half my profit, half my income, I spend in serving Mother Ganga. I spend in her service, and half I keep for my subsistence. അപ്പൊ മഹാപ്രഭു ചോദിക്കും, നീ ഇത്രയും പൈസയൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, നിനക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നല്ലതായിട്ട് സമ്പാദ്യം കിട്ടുന്നുണ്ട്, നീ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു ചോദിക്കും. അപ്പോഴേ പറയും, എനിക്കില്ല, എനിക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ, ഞാൻ ആ പകുതി മാത്രമേ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ, അതിൽ പകുതി ഞാൻ കൊണ്ടുവച്ചെന്ന് എനിക്ക് ഗംഗാ മാതാജി ഞാൻ ഗംഗാ മാതാജി ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കുന്നുണ്ട്, പിന്നെ ഉള്ള പകുതി മാത്രമേ ഞാൻ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി സൂക്ഷിക്കാറുള്ളൂ എന്ന് ശ്രീധർ പറയുന്നുണ്ട്. അപ്പോൾ Mahaprabhu will say that why are you worshipping Ganga? You can worship me. Ganga comes from my feet only. Like this Mahaprabhu would say. അപ്പൊ മഹാപ്രഭു ചോദിക്കും, നീ എന്തിനാ ഗംഗാമയെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, സെർവ് ചെയ്യുന്നത്, എന്നെ പൂജിച്ച പോരെ, ഞാൻ എന്റെ കാൽപാദങ്ങളിൽ നിന്നാണ് ഗംഗാമാതാവ് വരുന്നത്, പിന്നെ നീ എന്തിനു ഗംഗ വരെ പോകുന്നത്, ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് ചോദിക്കും. So Sridhar, he did not know Mahaprabhu is God. According to him, Mahaprabhu is a Brahmana boy. So then Sridhar immediately cover his ears and say, Shri Vishnu, Shri Vishnu, Shri Vishnu. What kind of words are you saying? This is aparad. അപ്പോഴേ ഇത് കേൾക്കുന്നുണ്ട് ശ്രീധരന് നമുക്ക് അറിയാവുന്നത് ഒരു മാർക്കറ്റിൽ വരുന്ന ഒരു ബ്രാഹ്മണ കുട്ടിയെന്ന് മാത്രമേ മഹാപ്രഭുവിനെ കുറിച്ച് അറിയാവുള്ളൂ. അപ്പൊ ഇത് ചോദിക്കും, നീ എന്ത് അപരാധമാണ് പറയുന്നത്, ഇത് വളരെ അപരാധമാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് കാതുകൾ പൊത്തും. അങ്ങനെ ഇത് കേട്ട് മഹാപ്രഭു ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങും. So, but Sridhar, even though Mahaprabhu was disturbing him so much, Mahaprabhu would disturb him like anything. He would make joke of him, he would make fun of him, he would tease him, he would insult him. But whatever Mahaprabhu would do, Sridhar had a lot of affection for Mahaprabhu by nature. പക്ഷെ ഇത് എങ്ങനെയൊക്കെ പറയുമെങ്കിലും ശ്രീധരന് മഹാപ്രഭുവിനോട് വലിയ ഇഷ്ടമാണ്. എന്തൊക്കെ മഹാപ്രഭു ആണെങ്കിൽ എപ്പോഴും വരുമ്പോഴും ശ്രീധരനെ കളിയാക്കും, അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യും, എന്തൊക്കെ പറഞ്ഞാലും ശ്രീധരന് മഹാപ്രഭു വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിനോട് എന്തോ വലിയൊരു അടുപ്പവും ശ്രീധരന് ഉണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ Sridhar would always, if Mahaprabhu doesn't come some days, Sridhar will start feeling separation. Why is that boy not coming to argue with me? Like that, he was every day expecting Mahaprabhu to come. അപ്പൊ ശ്രീധർ ആണെങ്കിൽ ഒരു ദിവസം മാർക്കറ്റിൽ മഹാപ്രഭു വന്നില്ല എന്നുണ്ടെങ്കിൽ കാത്തിരിക്കും. എന്തോ ഒരു വിരഹം പോലെ ശ്രീധരന് അനുഭവപ്പെടും. അപ്പോഴ് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്താണ് വരാത്തതെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങി മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട്. So this is what was going on when Mahaprabhu and Sridhar. But the devotional aspect of Sridhar is also there. അപ്പൊ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ ഇതായിരുന്നു അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇതിന് പിന്നില് ഒരു ആധ്യാത്മിക ഒരു ചിന്തയും കൂടി ശ്രീധർക്കുണ്ടായിരുന്നു. So Sridhar, he would spend his daytime in the market selling his products, and evening he would come back home. അങ്ങനെ ശ്രീധർ ആണെങ്കിൽ പകൽ സമയത്ത് മാർക്കറ്റിലെല്ലാം പോയി ചെലവഴിക്കും, പിന്നെ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തും. Come home
And throughout the day, throughout his time in his house, he would keep chanting the Hare Krishna Mahamantra. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏത് നേരവും ശ്രീധർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. Loudly he would chant, and it was so disturbing for the neighbors. അദ്ദേഹം വളരെ ഉച്ചത്തില് സങ്കീർത്തനം ചെയ്തിരുന്നു. ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു എന്നാണോ മാതാജി? ഇല്ലായിരുന്നു. Disturbance, neighbors. നെയ്ബേഴ്സിന്, അയൽവാസികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. The neighbors were not devotees. Appa they would all complain to Sridhar, why are you shouting all night and not allowing us to sleep? അപ്പൊ ഈ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊന്നും അത്ര ഭക്തന്മാരൊന്നും ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഉച്ചത്തിൽ നാമം ചൊല്ലുന്നത് കേട്ടിട്ട് അവര് ഇടയ്ക്ക് വന്ന് വഴക്ക് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ നാമം ചൊല്ലുന്നത്, എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്നൊക്കെ അയൽവാസികൾ പറയാറുണ്ടായിരുന്നു. So at that time, Sridhar would not reply to them, because no matter what he says, they won't understand. They used to say that, oh, we know why Sridhar is shouting like this. He doesn't get any food to eat. So in the night, his stomach is paining, so he's crying like this. Angana they would say. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ശ്രീധർ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. പിന്നെ ഈ അയൽക്കാര് പറയാൻ തുടങ്ങി, അദ്ദേഹത്തിന് ഒന്നും കഴിക്കാനൊന്നും കിട്ടി കാണത്തില്ല, പകല് മൊത്തം ജോലി ചെയ്തെങ്കിലും കഴിക്കാൻ കിട്ടി കാണത്തില്ല, അപ്പൊ അദ്ദേഹത്തിന് വയറ് വിശക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇത്ര ഉച്ചത്തിൽ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്. അവർക്ക് ഈ നാമജപം എന്ന് പറയുമ്പോൾ ഒരു ബഹളം പോലെ ആയിരിക്കും തോന്നുന്നത്. But how poor Sridhar was is explained in Chaitanya Bhagavat, that he had a small hut. In that hut, in the roof, it was straw roof. In that straw roof or grass roof, more than roof holes were there. അപ്പോഴ് ചൈതന്യ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഈ ശ്രീധർ താമസിച്ചിരുന്ന ഒരു വളരെ ഒരു ചെറിയൊരു കുടിലായിരുന്നു. അപ്പോഴതിൽ മേഞ്ഞിരിക്കുകയാണ്, ഈ ഇലകൾ കൊണ്ട് മേഞ്ഞ മേൽക്കൂരയാണ്. അതിൽ തന്നെ ഒരുപാട് സുഷിരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു വീട്ടിലാണ് ശ്രീധർ താമസിച്ചിരുന്നത്. In his dress, more than dress, there were holes. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൽ തന്നെ ഉണ്ട് ഒരുപാട് സുഷിരങ്ങള്. And if you see what is his property inside his house, there was only one iron water pot, pot for keeping water. അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഇരുമ്പിന്റെ ഒരു പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. That was the water for washing feet, for washing hand, for drinking, for everything. A very that was also very ill shaped. It was bent, dented, very old iron pot. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു ഇരുമ്പിന്റെ ആ ഒരു പാത്രം എന്ന് പറയുമ്പോൾ അതിൽ വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് അദ്ദേഹം നനയ്ക്കുന്നതും കുടിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും എല്ലാം. ആ പാത്രം തന്നെ അങ്ങ് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരു പാത്രമായിരുന്നു. So this is all Sridhar had. So this was situation. So then Mahaprabhu, when he used to come for a bargain, he used to make one more argument, making fun of the poverty of Sridhar. അപ്പൊ ഇടയ്ക്ക് മഹാപ്രഭു വന്നിട്ട് ഇദ്ദേഹത്തിന്റെ കളിയാക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് കളിയാക്കാറുണ്ട്. ഇവൻ പാവമാണ്, ഇത്രയും പാവമാണല്ലോ, അതിനെ കുറിച്ചും മഹാപ്രഭു ഇടയ്ക്ക് കളിയാക്കാറുണ്ടായിരുന്നു ശ്രീധർ. Mahaprabhu used to say, Sridhar, what are you getting by worshipping Vishnu and Ganga? You are so poor. Look, your neighbors are all worshipping Kali and Shiva, and look how rich they are. Why don't you go and worship Kali? മഹാപ്രഭു ഇടയ്ക്ക് ശ്രീധരനെ കാണുമ്പോൾ പറയാറുണ്ട്, നീ എന്തിനാ എപ്പോഴും ഈ കൃഷ്ണനെ വിഷ്ണുവിനെ ഒക്കെ ആരാധിക്കുന്നത്? നോക്കിക്കേ, തൊട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെ നോക്കിക്കേ, അവര് കാളിയെയും മറ്റുമൊക്കെ ആരാധിക്കുന്നുണ്ട്, അവർക്ക് എന്തുമാത്രം സുഖ സൗകര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. നീ ഇപ്പോഴും ഇത്രയും പാവപ്പെട്ട ഒരാളായിട്ടാണല്ലോ ജീവിക്കുന്നത്, എന്തിനാണോ ഈ കൃഷ്ണനെയും വിഷ്ണുവിനെയൊക്കെ ആരാധിക്കുന്നതെന്ന് ചോദിക്കും. Like this, Mahaprabhu would joke. Mahaprabhu would try to make fun of Sridhar. But Sridhar would be very pacified and he would not get angry and all. He would say, my lord, I'm happy with what I have. I don't want all this money and all. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഹാപ്രഭു ശ്രീധരനെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കേട്ടിട്ട് ശ്രീധരാണെങ്കിൽ ഒന്നും പറയില്ല, അതെല്ലാം കേട്ട് അങ്ങനെ നിൽക്കും. എന്നിട്ട് പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ ഭഗവാൻ എല്ലാം കേൾക്കുന്നുണ്ട്, ഞാനത് സംതൃപ്തനാണ്, എനിക്ക് ഇത്രയും സുഖവും പിന്നെ സ്വത്തുക്കളും ഒന്നും വേണ്ട, എല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ടെന്ന് പറയും. So then Mahaprabhu would say, I know Sridhar why you are telling like this, that you are happy. I'll tell you.
അദ്ദേഹം പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് നീ ഇങ്ങനെ പറയുന്നതെന്ന്. അവസാനത്തെ സെന്റൻസ് മാതാജി. Mahaprabhu would say that I know that only I know that how much rich you are. You are acting like a poor person, but you are actually very, very rich. ഹരേ കൃഷ്ണ. അപ്പൊ മഹാപ്രഭു പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഒരു ദരിദ്രനാണെന്ന് നീ ഇങ്ങനെ അഭിനയിക്കുകയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ നീ ഒരു ദരിദ്രനല്ല, നീ ഒരു വലിയൊരു റിച്ച് ആണ്. റിച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ധനമുള്ള ഒരാളാണ്. ധനം എന്ന് പറയുമ്പോൾ ഉള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. ആസ്തി ഉള്ള ഒരാളാണെന്ന് പറയും. So Sridhar would say, why are you saying like that? My lord, I am really poor. What I am having is what everybody can see. I am not hiding anything. അപ്പൊ ശ്രീധർ പറയാം, എന്താണ് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടോ ഒളിച്ചു വെച്ചിട്ടോ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ശ്രീധർ പറയും. This is what I have. I have torn clothes. I have open roof. This is all I have. I am not hiding anything. എന്നിട്ട് പറയും, നോക്കിക്കേ, എനിക്കൊരു ചെറിയൊരു വീടാണുള്ളത്, എന്റെ മേൽക്കൂര എല്ലാം സുഷിരങ്ങൾ വീണിരിക്കുന്നു, അല്ലാതെ ഞാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ല, ഇത് മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ എന്ന് ശ്രീധർ പറയും. So then Mahaprabhu would say, no, I know you are such a big thief. You are not revealing it to anyone how rich you are, but I know how rich you are, and one day I will show the entire world how rich Sridhar is. അപ്പോൾ മഹാപ്രഭു പറയും, അല്ല, ഇത് നീ കള്ളമാണ് പറയുന്നത്, നീ യഥാർത്ഥത്തിൽ നീ വളരെ ധനവാനാണ്, പക്ഷെ നീ അതൊന്നും ആരോടും പറയുന്നില്ല, എല്ലാം മറച്ചു വെച്ചിരിക്കുന്ന ഒരു കൊച്ചു കള്ളനാണ് നീ. അത് ഒരിക്കലാവട്ടെ ഞാൻ ഇതെല്ലാം ഈ ലോകത്തിനോട് ഞാൻ വിളിച്ച് പറയും, നീ ഭയങ്കര സമ്പന്നനായിരുന്നു എന്ന് പറയും. So then Sridhar would say, you do whatever you want. I know I am not hiding anything. അപ്പൊ ശ്രീധർ പറയും, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്കറിയാമല്ലോ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഒളിച്ചു വെച്ചിട്ടില്ല എന്ന്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും. So like this, when it was going, then Mahaprabhu became big from a small boy to a young man, and he went to Gaya for doing the Pindadan of his father. And after that, he came back to Mayapur. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങ് മഹാപ്രഭു ചെറിയ കുട്ടിയിൽ നിന്നൊരു വലിയൊരു യുവാവായിട്ട് മാറി. അങ്ങനെ ഒരു ദിവസം മഹാപ്രഭു ഗയയിലേക്ക് പോയി. തന്റെ പിതാവിന്റെ പിണ്ടകർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഗയയിലേക്ക് പോയതിനു ശേഷം വീണ്ടും തിരിച്ചിവിടെ തന്നെ എത്തി, മായപ്പൂരിൽ തന്നെ എത്തി. We know that when he went to Gaya, he took Diksha, he took Harinam Diksha from Ishwarapuri. അങ്ങനെ ഈ ഗയയിലോട്ട് പോയ സമയത്താണ് അദ്ദേഹം ദീക്ഷ എടുക്കുന്നതും ഈശ്വരപുരിയിൽ നിന്നും അദ്ദേഹം ദീക്ഷയൊക്കെ സ്വീകരിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. And when he came back, he was a changed man. He began to distribute Krishna Prem, and he was filled with Krishna Prem. അങ്ങനെ അദ്ദേഹം മഹാപ്രഭു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മൊത്തത്തിലൊരു മാറ്റം മഹാപ്രഭുവിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും കൃഷ്ണപ്രേമ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ ശ്രദ്ധിച്ചു. ആ രീതിയിൽ അദ്ദേഹത്തിനൊരു മാറ്റം വന്നിരുന്നു. So then he started the night kirtans, day and night kirtan in the house of Srivas Thakur. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടില് രാത്രിയിലും പകലും അദ്ദേഹം സങ്കീർത്തനത്തിൽ മുഴുകി കഴിഞ്ഞിരുന്നു. So in Antardvip, we saw the house of Srivas Thakur, and there we discussed how all the very, very close associates of Chaitanya Mahaprabhu, like Nityananda Prabhu, Haridas Thakur, Gadadhar Pandit, Srivas Thakur, who else? Shuklambar Brahmachari, Nandanacharya, like this very close, very exalted, very high devotees, they all were participating in this kirtan. അങ്ങനെ ശ്രീവാസ് ഠാക്കൂർ അന്തർദ്വീപില് അദ്ദേഹത്തിന്റെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തിൽ വെച്ച് സങ്കീർത്തനം നടത്തുന്ന സമയത്ത് മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ വന്നിട്ട് സങ്കീർത്തനം നടത്തുന്നത്. നിത്യാനന്ദ പ്രഭു, ഹരിദാസ് ഠാക്കൂർ, അതുപോലെ തന്നെ ഗദാധർ പണ്ഡിറ്റ്, അങ്ങനെയുള്ള ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ മാത്രമായിരുന്നു മഹാപ്രഭുവിന്റെ കൂടെ സങ്കീർത്തനത്തിന് എത്തിയിരുന്നത്. So then these devotees knew each other. They all the devotees knew each other. They were good association of devotees. So like that, one day when Kirtan was going on, Mahaprabhu began the Mahaprakash Leela. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ സങ്കീർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂടെ വരുന്നവർക്കെല്ലാം അറിയായിരുന്നു അവര് മഹാപ്രഭുവിന്റെ കൂടെ അത്രയും അടുപ്പമുള്ള ആൾക്കാരെന്നറിയാം. അങ്ങനെ ആ സമയത്താണ് ഒരു ദിവസം മഹാപ്രകാശ് ലീല നടക്കുന്നത്. We discussed about this pastime in Srivas Angan itself.
that how Mahaprabhu was telling different stories that happened even before he was born. അപ്പൊ ആ സമയത്ത് ഹരേ കൃഷ്ണ മാതാജി. This Mahaprakash Leela, I already told in the house of Srivas Thakur when we were. I had told this pastime. അപ്പൊ ആ സമയത്ത് ശ്രീവാസ് ഠാക്കൂറിന്റെ അടുത്ത് ആ പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലല്ല, ഈ മഹാപ്രകാശ് ലീല ഞാൻ അന്തർദീപ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മഹാപ്രകാശ് ലീലയെ കുറിച്ച് മാതാജി പറഞ്ഞിട്ടുണ്ട്. Anybody remembers what was that pastime? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ മഹാപ്രകാശ് ലീലയെ കുറിച്ച്? Mahaprabhu used to tell pastimes that happened before he appeared. അപ്പം ഇതേ മഹാപ്രഭു പിന്നെ അവതരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാപ്രകാശ് ലീലയില്. Like for example, he called Haridas Thakur and he told Haridas Thakur that, do you remember you were hit in 21 marketplaces? At that time you did not feel any pain. Why? Because I took all the beating. ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് പറയുന്നു കൊടുക്കുന്നുണ്ട്, മാർക്കറ്റ് പ്ലേസിൽ വെച്ച് ഒരുപാട് പേര് അദ്ദേഹത്തിന് അന്ന് ചാട്ടവാറുകൊണ്ട് അടിച്ചിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും വേദന അനുഭവിച്ചിരുന്നോ? കാര്യം ആ വേദനയെല്ലാം ഞാനല്ലേ ഏറ്റുവാങ്ങിയത്, അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. And also I told the pastime of how Gangadas Pandit, he was being chased by Muslims and Mahaprabhu appeared as the boatman and he crossed them. അതുപോലെ തന്നെ ഗംഗാദാസ് പണ്ഡിന്റെ അടുത്ത് ചോദിക്കും, നീ ഓർമ്മയുണ്ടോ അന്നത്തെ ദിവസം മുസ്ലിംസ് എല്ലാരും കൂടി നിന്നെ ഫാമിലിയെ കൂടി ഓടിച്ചു കൊണ്ടുവന്ന സമയത്ത് അവിടെ ഒരു ബോട്ടുമായിട്ട് ഞാൻ വന്ന് നിന്നത് ഓർക്കുന്നുണ്ടോ എന്ന് ഗംഗാദാസ് പണ്ഡിനോട് ചോദിക്കും. So this pastime was going on that day in the house of Srivas Thakur. അങ്ങനെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ശ്രീവാസ് ഠാക്കൂറിന്റെ ആ ഭവനത്തിൽ വെച്ച്. So that time Mahaprabhu told the devotees, go and bring Sridhar, I want to see Sridhar. അപ്പോഴ് മഹാപ്രഭു പറയും, എത്രയും പെട്ടെന്ന് പോയി ചെന്ന് ശ്രീനിവാസിനെ കൊണ്ടുവരൂ, ശ്രീധരനെ കൊണ്ടുവരൂ, എനിക്കിപ്പോഴും അദ്ദേഹത്തിനെ കാണണം എന്ന് പറയും. So you can imagine how close Sridhar was to Mahaprabhu, because in Srivasangan all of Mahaprabhu's close associates, high great devotees were present, but Mahaprabhu's eyes were searching for Sridhar. ആ കൂട്ടത്തില് ആ സമയത്ത് മഹാപ്രഭു നോക്കിയിരുന്നത് ശ്രീധർ എവിടെയെന്ന് നോക്കിയിരുന്നു. കാര്യം അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും അതിശയിച്ചു പോയി. കൂടുതൽ അസോസിയേറ്റ്സ് അല്ല, അവരെല്ലാവരും മഹാപ്രഭുവിന്റെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരായിരുന്നു, അസോസിയേറ്റ്സ് ആയിരുന്നു. അപ്പൊ അവര് അവരുടെ കൂട്ടത്തിൽ തന്നെ മഹാപ്രഭു ശ്രീധരനെയാണ് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു, പെട്ടെന്ന് കൊണ്ടുവരാനും പറഞ്ഞു. So the thing was, nobody knew who is Sridhar. Nobody had heard this name before. ഇപ്പോഴും ആർക്കും അറിയില്ല ഈ ശ്രീധർ ആരാണെന്ന്. ഈ ഒരു പേര് പോലും ആരും ഇതുവരെ കേട്ടിട്ടില്ല. This shows how humble devotee Sridhar was, that he never went around saying I am a devotee. He never went around trying to get into the close association of Chaitanya Mahaprabhu. He was a humble devotee doing his own devotional service in his own house. He was not going around. കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീധർ ഒരിക്കലും പ്രഭുവിന്റെ കൂടെ മഹാപ്രഭുവിന്റെ കൂടെ സ്ഥലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ കൂട്ടത്തിലൂടെ കാണുകയോ ഇതുവരെയും ആരും കണ്ടിട്ടില്ല. അദ്ദേഹം ചെയ്തിരുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ വിനീതനായിട്ട് അദ്ദേഹത്തിന്റെ ഭവനത്തിലിരുന്ന ഡിവോഷണൽ സർവീസ്, ആ ഒരു സർവീസ് ചെയ്യുക മാത്രമേ അദ്ദേഹം ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും ശ്രീവാസിനെ അറിയാൻ പാടില്ലായിരുന്നു. So then Mahaprabhu told, you don't know who is Sridhar, you go to the border of Simantadweep. This pastime was happening in the mid of the night. So he said, in this midnight, if you go to the border of Simantadweep, you can hear one person chanting the Hare Krishna Mahamantra loudly, and that person is Sridhar. അപ്പോഴിവര് പറയും, മഹാപ്രഭു പറയും, നിങ്ങൾ എന്തായാലും ബോർഡർ സമന്തദ്വീപിന്റെ അതിർത്തിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് രാത്രി സമയമാണ്, അപ്പോഴ് കേൾക്കാൻ പറ്റും, അർദ്ധരാത്രിയിലും ആരോ ഒരാൾ ഉച്ചത്തില് നാമം ജപിക്കുന്നത് കേൾക്കാൻ കഴിയും. അപ്പൊ അവിടത്തേക്ക് ആ സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലണം എന്ന് പറയും. That house belongs to Sridhar, and there you will see Sridhar chanting. So go and tell Sridhar, Chaitanya Mahaprabhu is calling you, he will immediately come. അപ്പോൾ പറയാം, അവിടെ കാണുന്ന എവിടെ നിന്നാണോ ഈ ചാൻഡിങ് കേൾക്കുന്നത് അതാണ് ശ്രീധറിന്റെ വീട്. അപ്പൊ അവിടെ ചെല്ലുക, അവിടെ ചെന്ന് പറയുക മഹാപ്രഭുവിനെ കാണണമെന്ന്, അദ്ദേഹം പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എന്ന് മഹാപ്രഭു പറയും.
So then the devotees went to the devotees, they went to Simantadweep border and they heard this person chanting. So they immediately went to the house of Sridhar and told Sridhar that Gauranga Mahaprabhu is calling you. അപ്പൊ ഈ ഇവരെല്ലാരും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് കാണാൻ പറ്റും അവിടെ ഉച്ചത്തിൽ നാമജപം കേൾക്കുന്നത് കേൾക്കാൻ കഴിയും. അങ്ങനെ ഇവർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ വീട്ടില് ശ്രീധരനെ കാണും. അപ്പൊ അദ്ദേഹം അവരോട് പറയും മഹാപ്രഭു വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വരണം എന്ന് പറയും. So the moment Sridhar heard that Gauranga Mahaprabhu is calling me, he heard the name Gauranga, he immediately fainted. അപ്പൊ ഗൗരംഗ മഹാപ്രഭുവിന് കാണണം എന്ന് പറഞ്ഞു. ഗൗരംഗ എന്ന പേര് കേട്ട ആ സമയം തന്നെ ശ്രീധർ അവിടെ ബോധം കെട്ടു. So immediately the devotees, they carried Sridhar and they brought him to the in front of Chaitanya Mahaprabhu. അപ്പോഴേ ഡിവോട്ടീസ് എല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യും, ഇദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് മഹാപ്രഭുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. So then when Sridhar woke up from unconscious state, he saw Sri Chaitanya Mahaprabhu sitting on the altar. അപ്പോഴേ അദ്ദേഹം ഈ ബോധം കിട്ടുപോയില്ലേ, ആ ഒരു അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നു വരുമ്പോഴത്തേക്ക് അദ്ദേഹം നോക്കുമ്പം ചൈതന്യ മഹാപ്രഭു ആ അൽത്താരയിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. So then as he was looking at that form of Gauranga Mahaprabhu, beautiful form, because Mahaprabhu's Mahaprakash Leela was going on, the devotees did Abhishek to Mahaprabhu and they dressed him very nicely. They dressed him like a wonderful deity. So he was dressed very beautifully with flower garlands, ornaments. Adapka itatti he was like sitting in the asan very beautifully. അപ്പോഴേ ഈ ശ്രീധർ നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്, പിന്നെ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് എല്ലാം വെച്ച് അദ്ദേഹത്തിനെ വളരെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഒരുക്കി പൂക്കളൊക്കെ വെച്ചിട്ടും ഒക്കെ ഒരുക്കി ഒരു അൽത്താറിൽ, ഒരു സിംഹാസനത്തിൽ പോലുള്ള ഒരു അൽത്താറിൽ ഇരിക്കുന്നതായിട്ടാണ് ശ്രീധർ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത്. So it was so beautiful for Sridhar to see Mahaprabhu like that. Mahaprabhu is as it is very beautiful, very, very beautiful he is. When he used to come to bargain with Sridhar, most of the time, more than arguing, Sridhar would be looking at the beautiful face of Mahaprabhu. മഹാപ്രഭുവിനെ അല്ലെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ചന്തമാണ്. പക്ഷെ ഒരുങ്ങും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലും കൂടി കണ്ടിട്ട് കാണുന്നു. പക്ഷെ ശ്രീധരാണെങ്കിൽ ശ്രീധറിന്റെ കടയിൽ ഇലകൾ വാങ്ങിക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആർഗ്യൂ ചെയ്യും. പിന്നെ അദ്ദേഹം ശ്രീധർ എപ്പോഴും ഈ മഹാപ്രഭുവിന്റെ ആ സൗന്ദര്യത്തെയാണ് അന്നും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും കണ്ടപ്പോഴത്തേക്ക് അതിലും സുന്ദരനായിട്ട് കാണപ്പെട്ടു. So then Sridhar was so happy, and as Sridhar was seeing like that, suddenly Chaitanya Mahaprabhu transformed into Krishna and Balaram. അപ്പോഴ് അദ്ദേഹം ഇങ്ങനെ പ്രഭുവിന്റെ ആ ഒരു സൗന്ദര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം മഹാപ്രഭു പെട്ടെന്ന് കൃഷ്ണനായിട്ടും ബലരാമുമായിട്ടും അവിടെ മാറുകയാണ് ചെയ്യുന്നത്. So Sridhar, because he was in Krishna Lila, he's a sakha, so he is always in that mood. So when he saw Krishna and Balaram, he was even more happy. കൃഷ്ണലീലയില് ഈ ശ്രീധർ സഖാവായിട്ടായിരുന്നു, കുസുമ സഖാവായിട്ടായിരുന്നു ഇരുന്നത്. പക്ഷെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ആ ഭഗവാൻ മഹാപ്രഭുവിനെ കാണുമ്പോഴത്തേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഓടിച്ചെല്ലുവാണ് മാതാജി. He was very happy to see Krishna Balaram. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം ഉണ്ടാവും കൃഷ്ണനെ ബലരാമനുമായിട്ട് നിൽക്കുന്ന കാണുമ്പോ. So that's why Mahaprabhu, he manifested that form of Krishna Balaram in front of Sridhar. അങ്ങനെയാണ് ശ്രീധരന്റെ മുന്നിലേക്ക് കൃഷ്ണന്റെ ബലരാമനുമായിട്ട് അദ്ദേഹം മാറി കാണിക്കുന്നത്. So then Sridhar began to glorify. So then Mahaprabhu told Sridhar, glorify me. I want to hear you glorifying me. അപ്പോഴേ മഹാപ്രഭു പറയും, എന്നെ ഗ്ലോറിഫൈ ചെയ്തോളൂ, എനിക്ക് കേൾക്കണം, നിന്റെ പ്രാർത്ഥനകൾ എനിക്ക് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ടെന്ന് പറയും. Appo Sridhar said that, my lord, I am not well educated. I am a simple Brahmana. I don't know much Sanskrit, how to glorify you. What can I do, my lord? അപ്പൊ ശ്രീധരൻ പറയാം, അയ്യോ മഹാപ്രഭു, എനിക്ക് ഇതൊന്നും അറിയില്ല. ഞാനൊരു ഞാനൊരു ബ്രാഹ്മണൻ മാത്രമാണ്. എനിക്ക് സംസ്കൃതമോ ശ്ലോകങ്ങളോ ഒന്നും അറിയില്ല. ഞാൻ എങ്ങനെയാണ്? I am not a big pandit or scholar who can compose Sanskrit verses to glorify you, the Supreme Lord. അങ്ങയെ ഗ്ലോറിഫൈ ചെയ്യാൻ, അങ്ങയെ വാഴ്ത്താൻ വേണ്ടിയിട്ടുള്ള പാണ്ഡിത്യമോ സംസ്കൃതത്തിനുള്ള അറിവോ ഒന്നും എനിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് പ്രഭുവിനോട് ചോദിക്കും.
So then Mahaprabhu said, don't worry, you try and you start. Saraswati will come and she will help you. അപ്പോഴും പ്രഭു പറയും, നീ വിഷമിക്കേണ്ട, നീ എന്തായാലും തുടങ്ങിക്കോളൂ, തുടങ്ങുന്ന സമയത്ത് സരസ്വതി ദേവി വന്ന് സഹായിക്കും, നീ തുടങ്ങിക്കോളൂ എന്ന് പറയും. So when Sridhar began to speak, Saraswati Devi, by the order of Krishna, by the order of Chaitanya Mahaprabhu, she went and sat in the tongue of Sridhar. മഹാപ്രഭു പറഞ്ഞ അനുസരിച്ച് ശ്രീധർ തുടങ്ങി വെക്കുമ്പോഴത്തേക്ക് സരസ്വതി ദേവി എത്തുമ്പോ പ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് സരസ്വതി ദേവി വന്ന് പിന്നെ ഈ ശ്രീധരന്റെ നാവിൽ വന്ന് ഇരിക്കും. And then Sridhar began to glorify Sri Chaitanya Mahaprabhu in many Sanskrit verses very beautifully. അപ്പൊ അപ്പോഴേ ശ്രീധർ പല സംസ്കൃത ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ വാഴ്ത്താൻ തുടങ്ങി, ഭഗവാനെ ഗ്ലോറിഫൈ All ചെയ്തു. the devotees were very mesmerized to hear these wonderful verses. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന പ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അസോസിയേറ്റ്സും കേട്ടിട്ട് എല്ലാവരും സ്തബ്ധരായിട്ട് നിന്നുപോയി. Then Mahaprabhu was so happy with Sridhar because Mahaprabhu was mainly attracted to Sridhar. Why? He was attracted to Sridhar because of his humility and his devotion. അദ്ദേഹത്തിന് ശ്രീധരോട് ഇത്രയും കാര്യം തോന്നാൻ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഹ്യൂമാനിറ്റി, അദ്ദേഹത്തിന്റെ ഒരു ആ എളിമയും, അദ്ദേഹത്തിന് അത്രയുള്ള ഭഗവാനോടുള്ള ആ ഒരു എളിമയും, അതുപോലെ തന്നെ വർഷിപ്പ്, Devotional service, ഭക്തിയും, ആ ഭക്തിയിലാണ് അദ്ദേഹത്തിന് അത്രയും സ്നേഹം this is തോന്നുന്നത്. very attractive for Mahaprabhu, and Mahaprabhu always gets attracted by humility. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തെ ആ ഒരു ഭക്തിയിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. So then Mahaprabhu said that, oh Sridhar, I want to give you some benedictions. I am very happy with your glorification. Now I want to give you boon. Ask me whatever you want. അപ്പൊ പറയുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായി, നിന്റെ ഭക്തിയിലും നിന്റെ ഈ ശ്ലോകങ്ങളിലും എന്നെ പുകഴ്ത്തിയിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്താ വേണ്ടതെന്ന് ചോദിക്കും, എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കും. So when he asked like this, Sridhar said, oh Lord, I don't want anything. What do I want? I have seen you, I have seen Krishna Balram. Wow, I don't want anything more. I am very happy. I am self-satisfied. അപ്പൊ ഇത് കേട്ട് ശ്രീധർ പറയും, എനിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങയെ കണ്ടു, ഭഗവാൻ കൃഷ്ണനെ കണ്ടു, ബലറാമിനെ കണ്ടു, എല്ലാവരെയും കണ്ടു, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയും, എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല എന്ന് പറയും. ഇനി So Mahaprabhu said, no, I am the Supreme Lord. I can give you anything you want. Do you want money and do you want big house? അപ്പൊ മഹാപ്രഭു പറയും, പറ്റില്ല, എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ, ഞാൻ സുപ്രീം ആണ്, എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ എന്ന് മഹാപ്രഭു പറയും. പൈസ വേണമെങ്കിൽ പൈസ തരാം, വീട് വേണോ, ധനം വേണോ, എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം എന്ന് പറയും. Sridhar said, why do I need money and house? It is all perishable. I don't want that. Then Mahaprabhu will say, you want the Ashta Yoga Siddhis, Anima, Lagima, you want that? അപ്പോഴ് ശ്രീധർ പറയും, എന്തിനാ വീടും പണവും, അതെല്ലാം നശിച്ചു പോകുന്നതല്ലേ, അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. അപ്പൊ പ്രഭു ചോദിക്കും, പിന്നെ എന്താ വേണ്ടത്, നിനക്ക് അഷ്ടയോഗം വേണോ, പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഞാൻ അത് എന്ത് വേണമെങ്കിലും തരും. So then Sridhar said, I don't want the Ashta Yoga Siddhis. If I have that, I will forget the goal of my life. Why do I need the Ashta Siddhis? I am happy. എനിക്കും ശ്രീധർ പറയും, എനിക്ക് അഷ്ടസിദ്ധിയുടെ ഒന്നും ആവശ്യമില്ല, കാര്യം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ ഭഗവാനെ ചിലപ്പോൾ മറന്നുപോയാലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നിന്റെയും ആവശ്യമില്ല എന്ന് ശ്രീധർ പറയും. Mahaprabhu went even higher. Mahaprabhu said, I will send you to the heavenly planets. I will send you to Swarga. You can go and enjoy there with the Apsaras. You can be in Swarga. That also Sridhar said, no, I don't want, because if I go to heavenly planets, again I have to return to the earthly planet only. അപ്പോൾ പറയും, നിന്നെ അല്ലെങ്കിൽ ഞാൻ ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഹെവൻലി പ്ലാനറ്റ്സ് ഉണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, അവിടെ ചെന്നാൽ നിനക്ക് ഇഷ്ടംപോലെ സുഖിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ചെയ്തു തരാം എന്ന് പറയും. പക്ഷെ ശ്രീധർ പറയും, വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് അതൊന്നിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ശ്രീധർ പറയും. Then Mahaprabhu goes even higher. Mahaprabhu says, Sridhar, I will take you to Vaikuntha. Come with me to Vaikuntha. You want to come with me to Vaikuntha? Come, I'll take you there. I can take you right now to Vaikuntha. Do you want to come? That also Sridhar says, no, I don't want. മഹാപ്രഭു പറയും, എങ്കിലും വേണ്ട, നിന്നെ ഞാൻ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകാം, ഇപ്പൊ തന്നെ കൊണ്ടുപോകാം, എന്റെ കൂടെ നീ വരുന്നുണ്ടോ? So then even this Sridhar says, no, I don't want.
അതിലും പറയും ശ്രീധർ പറയും വേണ്ട, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. Sridhar doesn't even want liberation. Moksham. മോക്ഷം. ശ്രീധറിന് പക്ഷെ മോക്ഷം വേണ്ട. മോക്ഷം പറയാൻ എനിക്ക് അതിന്റെ ആവശ്യമേ ഇല്ല എന്ന് ശ്രീധർ പറയും. So then Mahaprabhu said, you don't even want to go to Vaikunta. Everyone aspires to get liberation. Mahaprabhu asked Sridhar everything. Do you want money? Do you want enjoyment? Do you want moksha? Dharma, artha, kama, moksha. Everything Mahaprabhu asked. Sridhar said, no, no, no. മഹാപ്രഭു ഒരു എല്ലാം ചോദിക്കുന്നു, എനിക്ക് എന്താ വേണ്ടത്? ധനം വേണോ? പിന്നെ എന്താണ് അഷ്ടയോഗ സിദ്ധികൾ വേണോ? ഒന്നും വേണ്ട. നിനക്ക് വൈകുണ്ഠത്തിൽ കൊണ്ടുപോകാം, അതും വേണ്ട. മോക്ഷം വേണോ? അതും വേണ്ട. അപ്പം ശ്രീധർ പറയും എനിക്ക് ഇതിന്റെ ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയും. So then Mahaprabhu asked, what do you want? Ask me. I have given you everything in the world. I want to give you something. You are saying no to everything. Ask me something. മഹാപ്രഭു പറയും എങ്കിലും ഒരു കാര്യം എന്നോടൊന്ന് ചോദിക്കുന്നു, എനിക്ക് ഞാൻ എന്തെല്ലാം തരാമെന്ന് പറഞ്ഞു. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പിന്നെ സ്വർഗം വരെയും മോക്ഷം വരെയും നൽകാമെന്ന് പറഞ്ഞു. പിന്നെ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും. എന്തെങ്കിലും എന്നോട് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. So then Sridhar said, all I want is that small boy I should be in here. Life after life, I want to be born in Navadvip, and I want that small Gauranga to come and bargain with me and snatch by force the banana things from me. അപ്പൊ ശ്രീധർ പറയും എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം മതി. അന്ന് പണ്ട് മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഗൗരങ്ക എന്ന് പറഞ്ഞ ഒരു കൊച്ചൊരു കുട്ടി എന്നോട് വന്ന് ബാർഗൈൻ ചെയ്ത് എന്നോട് വന്ന് വില പേശിയിട്ട് ബനാന ലീഫ് ഇല വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. എനിക്ക് അത് മാത്രമാണ് വേണ്ടതെന്ന് ശ്രീധർ പറയും. Life after life, I want to be born as this seller, and I want that Gauranga to come and bargain with me. ഇനിയും എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. എന്റെ അടുത്ത് വന്നിട്ട് വിലപേശി ഇലകൾ വാങ്ങുന്ന ആ ഗൗരംഗനെ ആയിട്ട് മതി എനിക്കെന്ന് പറയും. I always want my mind to be fixed at the lotus feet of that form of small baby of young Gauranga Mahaprabhu. അതുപോലെ തന്നെ എന്റെ മനസ്സ് എനിക്ക് എന്റെ ആ ചെറിയ ഒരു ഗൗരംഗന്റെ ആ കാൽപാദങ്ങളിൽ എന്റെ മനസ്സ് അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. So then Chaitanya Mahaprabhu told to all the devotees, see, this is the wealth that I told Sridhar has. അപ്പോഴ് മഹാപ്രഭു മറ്റുള്ള തന്റെ അസോസിയേറ്റ്സിനോട് പറയും, കണ്ടോ ശ്രീധരനെ കണ്ടോളൂ, ഇദ്ദേഹത്തിന്റെ ഈ സ്വത്താണ് ശ്രീധരന് ഉള്ളത്. ഈ ഒരു സ്വത്താണ് ശ്രീധരനുള്ളതെന്ന് പറയും. Sridhar may appear materially completely poor, but internally he has the highest wealth of devotion for Krishna. അദ്ദേഹത്തിന് ശ്രീധരന് ഭൗതികമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം, പക്ഷെ അദ്ദേഹം ആധ്യാത്മികമായിട്ട് വളരെ ധനവാനാണ്. ഭഗവാനുള്ള ആ ഒരു ഭക്തി കൊണ്ട് അദ്ദേഹം ധനവാൻ തന്നെയാണെന്ന് പറയുന്നു. Therefore, Sridhar is the richest person in entire world. അതുകൊണ്ട് തന്നെയാണ് ശ്രീധർ ഈ ലോകത്തിൽ മൊത്തത്തില് ശ്രീധരനെ എടുത്തു നോക്കിയാൽ ഏറ്റവും സമ്പന്നൻ ശ്രീധർ തന്നെയാണെന്ന് മഹാപ്രഭു പറയും. So Mahaprabhu is actually teaching lesson to all of us by Sridhar. ശരിക്കും സത്യത്തില് മഹാപ്രഭു എല്ലാവരെയും നമ്മളെ ഒരു ശ്രീധറിലൂടെ ഒരു പാഠമാണ് നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. That bhakti is never our devotional service. Our bhakti is never connected to our material assets. അപ്പൊ അതായത് ഭക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഭൗതികമായ ഒരു നമ്മളുടെ ഈ ഒരു ഭൗതികമായിട്ടുള്ള ജീവിതമായിട്ട് അത് ഒരിക്കലും ബന്ധപ്പെട്ട് കിടക്കുന്നില്ല ഭക്തി എന്ന് പറയുമ്പോൾ. Whether you are poor, whether you are rich, whether you are born in a Hindu family, Muslim family, in whatever material circumstance you can perform devotional service. ഭൗതികമായിട്ട് നമ്മൾ ചിലപ്പം പാവപ്പെട്ടവരായിരിക്കും, പൈസ ഇല്ലായിരിക്കും, വളരെ ധനവാനായിരിക്കും, ചിലപ്പം ഹിന്ദു കുടുംബത്തിലോ മുസ്ലിം കുടുംബത്തിലോ എവിടെയായാലും എങ്ങനെയായാലും ഭൗതിക ജീവിതത്തില് എങ്ങനെ ആയിരുന്നാലും ഭക്തിയിൽ വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് മാതാജി പറഞ്ഞത്. Everyone can equally perform devotional service. നമുക്ക് എല്ലാവർക്കും എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും ഒരുപോലെ നമുക്ക് ഈ ഭഗവത് സേവനം ചെയ്യാൻ പറ്റും. Second point is that we should always be humble.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഹമ്പിൾ ആയിരിക്കണം. അതായത് വിനയത്തോടു കൂടി, ഒന്നിലും വലിയ ഭാവമില്ലാതെ നമ്മൾ പെരുമാറണം. This is attracts Chaitanya Mahaprabhu very much. ഈ ഒരു സ്വഭാവവിശേഷമാണ് മഹാപ്രഭുവിനെ കൂടുതൽ ആകർഷിച്ചത്. Sridhar especially. ശ്രീധരിൽ നിന്നും. ഹരേ കൃഷ്ണ. Sridhar, the thing in material world is we can be proud of anything. ഈ ഭൗതിക ലോകത്തിൽ എന്ന് വെച്ചാൽ ഭൗതിക ലോകത്തിൽ എന്ത് നമുക്കുണ്ടെങ്കിലും അതിനെ കുറിച്ച് നമുക്ക് പ്രൗഡ് ആവും. പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് ഊറ്റം കൊള്ളാം. എനിക്ക് അതുണ്ട്, Even if we don't have, even if a person doesn't have anything, even if he is very poor also, he will become proud that I am the poorest man in the world. ഇപ്പൊ ഒരാള് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അപ്പോഴ് ഒരാൾക്ക് ഭൗതികമായിട്ട് തന്നെ ഒന്നും ഇല്ല, വളരെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ തന്നെ അന്നേരം അവര് പറയും ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണെന്ന് പറയും. So in that he will have proud. അപ്പൊ അതിലും ഒരു പ്രൗഡ്, അതായത് എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നതിൽ ഒരു പ്രൗഡായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. So therefore it is not that if I don't have anything I will become humble. That is not possible. This humility, the simplicity is a quality that we have to develop. നമ്മൾക്കിപ്പോ പോറാണെങ്കിലും നമുക്കിപ്പോ ഒന്നും ഭൗതികമായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ സിമ്പിൾ ആയിരിക്കണം. ആ ഒരു നമ്മള് സിമ്പിൾ എന്ന് പറയുമ്പോ മറ്റുള്ള നമ്മൾ ഒരുപാട് നമ്മളെ കുറിച്ച് ഊറ്റം കൊള്ളാതിരിക്കുക. ആ ഒരു വാക്കായിരുന്നു. ഈ വിനയം and this simplicity, എളിമ, ഈ രണ്ട് ക്വാളിറ്റി നമുക്ക് we have to try to get it. It will not come on its own. എനിക്ക് ഒന്നും ഇല്ല എങ്കിൽ doesn't mean I will become humble. എനിക്ക് if I have money, if I don't have money, I still have the habit to be proud. So the simplicity and humility, these qualities we have to cultivate. നമുക്ക് we have to try to get it. എപ്പോഴും നമ്മൾ വിനയവും എളിമയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. This is the lessons that we learn from Kolavachi Sridhar. ഇതാണ് ഈ ഒരു പാഠമാണ് നമുക്ക് ശ്രീധരന്റെ ഈ ഒരു. There are many more pastimes between Sridhar and Chaitanya Mahaprabhu. ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രീധരും ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള ലീലകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി I'll end with one more pastime. There was this when Mahaprabhu was planning to take sannyas. അപ്പൊ ഒരിക്കല് മഹാപ്രഭു സന്യാസം സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. So when he was planning, that time there was this night kirtan would regularly happen in the house of Srivas Thakur. അപ്പൊ ഈ രാത്രിയില് എല്ലാ ദിവസവും സങ്കീർത്തനം നടന്നുകൊണ്ടിരുന്നു ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തില്. So then Sridhar also would, after the Mahaprakash Leela, Sridhar also would regularly come for this pastime. അപ്പൊ ശ്രീധരം അതിനുശേഷം ശ്രീധരം എല്ലാ ദിവസവും ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തിൽ എത്താറുണ്ട് ഈ സങ്കീർത്തനത്തിന്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ട്. So then this was the day before Mahaprabhu taking sannyas. മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം the kirtan happened in the house of Srivas Thakur. The kirtan happened in the house in Chaitanya Mahaprabhu's house. തലേ ദിവസം കീർത്തനം നടന്നിരുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. And that day, unknowingly, Mahaprabhu did not tell everyone that he's going to take sannyas. Only very few devotees knew. But the kirtan was very special that day because everybody had a feeling that Mahaprabhu is going to leave, or everybody had a very special feel with Mahaprabhu that day. അപ്പൊ മഹാപ്രഭു ഒരിക്കലും പറഞ്ഞിരുന്നില്ല, ആരോട് പറഞ്ഞിരുന്നില്ല അടുത്ത ദിവസം ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ വീട്ടിൽ വെച്ച് ഈ സങ്കീർത്തനം നടക്കുന്ന സമയത്ത് അത് പ്രത്യേക ഒരു ലെവലിലേക്ക് ആ ഒരു സങ്കീർത്തനം കാണപ്പെട്ടു. കാര്യം ഓരോരുത്തർക്കും മനസ്സിലൊരു തോന്നലുണ്ടായി, മഹാപ്രഭു നമ്മളെ വിട്ടുപോകാൻ പോകുന്നു എന്നുള്ളൊരു തോന്നല് ഓരോരുത്തരുടെയും അസോസിയേറ്റ്സിന്റെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും തോന്നി. അപ്പൊ ആ ഒരു ഇതില് അന്നത്തെ ദിവസം സങ്കീർത്തനം വളരെയധികം വേറൊരു ഹയർ ലെവലിലേക്ക് പോയിരുന്നു. And Chaitanya Mahaprabhu also, he knew that he's going to take sannyas, and he knew that after he takes sannyas, he is not going to meet these Navadvip Vasis very often.
So he was also very affectionate to them, and he was very specially treating all of them. അപ്പൊ അന്നത്തെ ദിവസം ആ മഹാപ്രഭുവിന് അറിയാമായിരുന്നു അടുത്ത ദിവസം ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ നവദ്വീപിലോ ഇവരെയൊക്കെ ഇനി കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രഭുവിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടും കൂടി ഓരോരുത്തരെയും അദ്ദേഹം പ്രത്യേകം കാര്യത്തോടുകൂടി അദ്ദേഹം ശ്രദ്ധിച്ച് ആ സങ്കീർത്തനത്തിൽ വന്നവരെ എല്ലാവരെയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിരുന്നു. ഓരോരുത്തരുടെ അടുത്ത് ആ ഒരു ഫീൽ അവർക്ക് കിട്ടിയിരുന്നു പ്രഭുവിന്റെ. So as this was going on, nobody knew time passing. Then Mahaprabhu, he stopped the kirtan and said, it is very late in the night. Now everyone please go home. അപ്പൊ അങ്ങനെ രാത്രി ഒരുപാട് വൈകിയപ്പോഴത്തേക്ക് സങ്കീർത്തനം എല്ലാം തീർന്നപ്പോഴത്തേക്ക് പ്രഭു പറഞ്ഞു എല്ലാവരും പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. So then as everybody was leaving home, and that time Sridhar came to Mahaprabhu's house. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വീട്ടിലേക്ക് അവരുടെ വീടുകളിലേക്ക് പോയി. ആ സമയത്ത് ശ്രീധർ എന്ത് ചെയ്ത് പ്രഭുവിന്റെ വീട്ടിലേക്ക് വന്നു. Sridhar brought a lav. Lav means in Tamil we call it pushnika. ശ്രീധർ അതായത് once more. Pushnika na Malayalamil endu parayum? Lav squash nammada idu undallo. പടവലങ്ങ പോലെ റൗണ്ട് ആയിട്ട് ഒരു മത്തങ്ങ പൂസണിക്ക തന്നെ മതിച്ചിങ്ങ சொன்னீங்க. കറക്റ്റ് പൂസണിക്ക മത്തങ്ങ. അപ്പൊ മത്തങ്ങ കൊണ്ട് ശ്രീധർ വന്നു മഹാപ്രഭുയുടെ വീട്ടിലേക്ക്. പ്രഭുവിന് കൊടുക്കാനായിട്ട് ശ്രീധർ ഒരു മത്തങ്ങയായിട്ടാണ് വന്നത്. So then he came and he gave it to Chaitanya Mahaprabhu was in the gate. He was sending off everyone, telling tata bye bye to everyone. So Sridhar came, he offered obeisances and he said, Mahaprabhu, I brought this for you. അപ്പൊ മഹാപ്രഭു ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാൻ വേണ്ടിട്ട് എല്ലാവർക്കും പോകാൻ വേണ്ടിട്ട് എല്ലാവരെയും ടാറ്റ പറയാനായിട്ട് അവിടെ നിന്ന സമയത്താണ് പിന്നെ ശ്രീധർ ഈ മത്തങ്ങയായിട്ട് മഹാപ്രഭുവിനെ കാണാനായിട്ട് എത്തുന്നത്. So then he gave Mahaprabhu this and he said that I got this today. I felt that I should immediately give it to you and I came to take your darshan. So he gave this and Sridhar went back to his house. അപ്പൊ ശ്രീധർ പറയും എനിക്കിത് ഇന്നാണ് കിട്ടിയത്. അപ്പൊ കിട്ടിയപ്പോഴും തന്നെ എനിക്ക് മനസ്സിൽ തോന്നിയത് അങ്ങേക്ക് കൊണ്ടുവന്ന് തരണമെന്ന്, അതുകൊണ്ട് ഞാൻ കൊണ്ടു തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭുവിന് അത് കൊടുത്തതിന് ശേഷം ശ്രീധർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. So then Mahaprabhu came home inside the house and he gave it to Sachi Mata and he told Sachi Mata, please make payasam with this pumpkin. അദ്ദേഹം ഈ മത്തങ്ങയും കൊണ്ടിട്ട് അകത്ത് ചെന്നിട്ട് സച്ചി മാതാവിന്റെ അടുത്ത് പറയും എനിക്ക് ഇത് വെച്ച് ഒരു പായസം ഉണ്ടാക്കി തരണം എന്ന് പറയും. So that is one recipe we grate the lav and we cook in milk and we make payasam. So Sachi Mata was very expert in that. Sachi Mata immediately went, she made it, she offered it to Krishna and she gave it to Chaitanya Mahaprabhu. അങ്ങനെ ഈ മത്തങ്ങ കൊണ്ടിട്ട് സച്ചി മാതാവിന് വളരെ ഇഷ്ടമാണ് ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട്. പായസം ഉണ്ടാക്കിയിട്ട് കൃഷ്ണന് ഭഗവാന് നിവേദിച്ച ശേഷം മഹാപ്രഭുവിന് കൊടുക്കും. So Mahaprabhu ate that and then Mahaprabhu slept and the next day he swam across and he left home and he took sannyas. അങ്ങനെ അദ്ദേഹം ഇത് കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം മഹാപ്രഭു പോയി. So this was the last prasadam that Mahaprabhu had in the house of Sachi Mata. അപ്പൊ സച്ചി മാതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അവസാനം കഴിക്കുന്ന ഒരു പ്രസാദമാണ് ശ്രീധർ കൊണ്ടുവന്ന ഈ പായസം. You can even say this was the last prasadam that Mahaprabhu had in Navadvip. നവദ്വീപില് വെച്ച് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ പ്രസാദവും ഇത് തന്നെയാണ്. 24 years Mahaprabhu stayed in Navadvip and 24 years Mahaprabhu stayed as sannyasi in Puri. അപ്പൊ 24 വർഷം മഹാപ്രഭു നവദ്വീപിൽ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള 24 വർഷം അദ്ദേഹം പുരിയിലെ സന്യാസ ജീവിതത്തിലും ആയിരുന്നു. So the 24 years that Mahaprabhu spent his time in Puri, in Navadvip, sorry, the 24 years, that first 24 years that Mahaprabhu spent in Navadvip Dham, this was the last day, last meal that was given by Sridhar. 24 വർഷം നമ്മുടെ മഹാപ്രഭു നവദ്വീപിൽ ഉണ്ടായിരുന്നു. അപ്പൊ 24 വർഷം അദ്ദേഹം അവിടെ ജീവിച്ചിട്ട് പോയപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് കിട്ടിയ പ്രസാദമാണ് ശ്രീധർ കൊണ്ടുവന്ന ഈ
ശ്രീധർ കൊണ്ടുകൊടുത്ത ആ മത്തങ്ങ കൊണ്ടുണ്ടാക്കിയ ആ ഒരു പ്രസാദം. Having that, then Mahaprabhu left for sannyas. അപ്പൊ അതിനുശേഷം അദ്ദേഹം അത് കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ സന്യാസത്തിലേക്ക് പോകുന്നത്. So this is how special Sridhar was for Chaitanya Mahaprabhu. He did not want to, Mahaprabhu could have just kept that vegetable inside. But because it was given with Sridhar with great love, in that great night, it was almost midnight, still Mahaprabhu wanted to accept the service of Sridhar. So he told Sachimata to cook and he ate that vegetable and then only he left. അദ്ദേഹത്തിന് അത് ഇത്രയും കാര്യത്തോടു കൂടി ശ്രീധർ ആ രാത്രിയിൽ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. അതൊരു പ്രത്യേക ആ രാത്രിയിൽ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ തന്നെ അദ്ദേഹം സജിമാതാവിനോട് പറയുന്നു, ഇതെനിക്ക് ഇപ്പോൾ തന്നെ കുക്ക് ചെയ്ത് തരണം. അങ്ങനെ അന്നേരം തന്നെ അത് പ്രസാദം ഉണ്ടാക്കി അദ്ദേഹം അത് കഴിച്ചതിന് ശേഷമാണ് ഈ 24 വർഷം നവദ്വീപിൽ നിന്നതിന് ശേഷം അദ്ദേഹം പോകുന്നത്. അവിടെ നിന്ന് സന്യാസം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നത്. So this is how special Sridhar was for Chaitanya Mahaprabhu. ഇത്രയും സ്പെഷ്യൽ, ഇത്രയും ഒരു പ്രാധാന്യമുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ജീവിതത്തില് ശ്രീധറിന് ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. So that brings us to the end of Sridhar's pastimes with Chaitanya Mahaprabhu. അപ്പൊ ഇതാണ് ശ്രീധറിന്റെ ഒരു ചൈതന്യ മഹാപ്രഭു ആയിട്ടുള്ള ഒരു ലീല. അതിവിടെ അവസാനിക്കുന്നു. So next place in Simantadweep is Mayamari Math. അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ സിമന്തദ്വീപില് മായാമാരി ഘട്ട് ആണ് അടുത്ത സ്ഥലം നമുക്ക് പറയാനുള്ളത്. With that we finish Simantadweep and then we will proceed to the third island. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സിമന്തദ്വീപിലെ ലീലകളെല്ലാം കഴിയും. അതിനുശേഷം നമുക്ക് അടുത്ത ദ്വീപിലേക്ക് കടക്കാം. So that we will do next week. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ദ്വീപിലെ കഥകളുമായിട്ട് മാതാജി വരും. Follow Sridhar ki jai. Chaitanya Mahaprabhu ki jai. Hare Krishna. Krishna.